പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ BA കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു കോംപ്ലിമെൻ്ററി കോഴ്സാണ് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ്. ഇത് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1 ഉണ്ട്, 2 ഉണ്ട്. 1 ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, കമൻ്റായിട്ട് ചോദിക്കുക. ഇതിൽ ഫസ്റ്റ് 5 മൊഡ്യൂളാണുള്ളത്. 80 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ 5 മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം നമുക്ക് essay ക്വസ്റ്റ്യനുകളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകൾ നമുക്ക് പറയാം. ഒന്ന്, ബേസിക് പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ്. എസ്സേയോ 5 മാർക്സിനോ പ്രതീക്ഷിക്കാവുന്നതാണ്. മൈക്രോ ആൻഡ് മാക്രോ 5 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 or 10 മാർക്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പിന്നെ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ 5 മാർക്സ് ഓർ 10 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ 5 മാർക്സ് ഓർ 10 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിൽ 5 മാർക്കിനോ 10 മാർക്കിനോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഇനി മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി 5 മാർക്സ് ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി 4th മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു essay ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അതിൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ മീനിങ്, അതിലെ കോൺസെപ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ നാഷണൽ ഇൻകം, അതൊക്കെ പ്രതീക്ഷിക്കും. അതുപോലെ ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം 5 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മൊഡ്യൂൾ 5 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഒന്ന് ക്ലാസിക്കൽ എക്കണോമിക്സോ അല്ലെങ്കിൽ കെയ്നീഷ്യൻ എക്കണോമിക്സോ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന 5 മാർക്സിനോ 10 മാർക്സിനോ. സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് 5 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് കെയ്ൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ക്ലാസിക്കലും കെയ്നീഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് ഡിഫൈൻ എക്കണോമിക്സ്. ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഓഫ് എക്കണോമിക്സ് 5 മാർക്സിനായിട്ടാണ് പ്രതീക്ഷിക്കേണ്ടത്. ഡിഫൈൻ യൂട്ടിലിറ്റി 2 മാർക്സ് ക്വസ്റ്റ്യൻ ആട്ടോ. യൂട്ടിലിറ്റി ഫംഗ്ഷൻ, മാർജിനൽ യൂട്ടിലിറ്റി, ഡിമാൻഡ്, ചിലപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, കോസ്റ്റ് ഫംഗ്ഷൻ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. പിന്നെ ഇവിടുന്ന് 5 മാർക്കിന് ഈ മൊഡ്യൂളിൽ നിന്ന് AC ആൻഡ് MC ഡിഫറൻസ്, സപ്ലൈ എന്ത്, സപ്ലൈ ഫംഗ്ഷൻ എന്ത്, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഡിഫൈൻ മാർക്കറ്റ്, അതേപോലെ മാർക്കറ്റിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഇതെന്താണ് ഡിഫൈൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചോദിക്കാം, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചോദിക്കാം. പിന്നെ ഡിഫൈൻ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ഡിഫൈൻ ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നാഷണൽ ഇൻകം എന്നുള്ള 4th മൊഡ്യൂളിൽ നിന്ന് വട്ട് ഈസ് നാഷണൽ ഇൻകം, അതിൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള GDP, GNP, NNP, NDP, ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ 2 മാർക്സിന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഫുൾ എംപ്ലോയ്മെൻറ്റ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, അസംപ്ഷൻ ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ്, അതേപോലെ മേജർ കോൺസെപ്റ്റ് ഓഫ് കെയ്ൻസ്, ഇതൊക്കെ 2 മാർക്സിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ്. ഇങ്ങനെയാണ് ഈ സബ്ജക്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.